അധ്യക്ഷ പ്രഭാഷണത്തിന് വേണ്ടി ഉസ്താദ് കാടേരി മുഹമ്മദ് മുസ്ലിയാർ അവരുടെ അഭിമാനപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു. നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ കാഫിറൂൻ. സ്നേഹവും ബഹുമാനവുമുള്ള സ്റ്റേജിലിരിക്കുന്ന സയ്യിദന്മാരെ, പണ്ഡിത നേതാക്കന്മാരെ, സദസ്സിലിരിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ ഗുണകാംക്ഷികളായ കാരണന്മാരെ, യുവ സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, സഹോദരീ സഹോദരന്മാരെ, അരനൂറ്റാണ്ട് പിന്നിട്ട ഈ നമ്മുടെ മദ്രസയുടെ ഇതുവരെയുള്ള നല്ല നിലയിലുള്ള നടത്തിപ്പിൽ മുന്നോട്ടുള്ള കുതിപ്പിൽ സന്തോഷിച്ചുകൊണ്ട് ഒരു കൊല്ലം നീണ്ടുനിന്ന പരിപാടിയുടെ സമാപനമാണ് ഇന്ന് നടക്കുന്നതെന്ന് നിങ്ങൾ കേട്ടുകഴിഞ്ഞു. സുദീർഘമായ ഒരധ്യക്ഷ പ്രസംഗം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഏതാനും വാക്കുകൾ തങ്ങളുടെ നിർദ്ദേശപ്രകാരം പറയുക എന്നേ ഉള്ളൂ. മഹാന്മാരായ പണ്ഡിതന്മാരും പ്രാസംഗികന്മാരുമെല്ലാം ഉണ്ട്. അതിന്റെ പുറമെ കോട്ടുമല വാബു മുസ്ലിയാർ അവർകളും അബ്ദുസ്സമദ് പൂക്കോട്ടൂർ സാഹിബ് അവർകളുമെല്ലാം എത്തിച്ചേരും. ആധികാരികമായി തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അവർ നിങ്ങളോട് സംസാരിക്കും. ഇതിൽ പങ്കാളിയാവുക എന്നുള്ള നിലയിൽ ഞാൻ എണീറ്റ് നിന്നു എന്നേ ഉള്ളൂ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിന്റെ ഭാഗമാണ് ശർഈയായിരിക്കുന്ന ഉലൂമുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കി കാണും. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം വ ഇമാദുദ്ദീൻ, പരിശുദ്ധമായ ദീനിയായ ഉലൂമുകൾ അത് ഇസ്ലാമിന്റെ ജീവനാണ്. അതിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ അനുപേക്ഷണീയമായ ഒരു കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കി കാണും. ആ രംഗത്ത് ദീനീ ഉലൂമുകൾ പ്രാഥമികമായി നമ്മുടെ കുട്ടികളുടെ ചെറു മനസ്സുകളിലേക്ക് പ്രതിഫലിപ്പിച്ചു കൊടുക്കുന്ന ആദ്യ രംഗമാണ് മദ്രസ എന്നുള്ളത്. പഴയ കാലഘട്ടത്തിൽ ഓതുപള്ളിയിലും മറ്റും കൊണ്ടുചെന്ന് ആക്കി പഠിച്ചിരുന്ന ഒരു ചുറ്റുപാട് വ്യത്യാസപ്പെട്ടുകൊണ്ട് നമ്മുടെ കോട്ടുമല ബാബു മുസ്ലിയാർ സദസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു അദ്ദേഹത്തിനും നമുക്കുമെല്ലാം ആരോഗ്യവും ആഫിയത്തും നിലനിർത്തി തരട്ടെ. ദീനിനു വേണ്ടി പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകട്ടെ. അപ്പൊ അതുകൊണ്ട് ആ പ്രാഥമികമായ പഠനരംഗമാണ് മദ്രസ എന്നുള്ളത്. അത് വളരെ ശക്തിയോടുകൂടി നിലനിർത്തേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് എന്ന് നമ്മളെ മനസ്സിലാക്കിയതാണെങ്കിലും ഒരിക്കൽ കൂടിയും നിങ്ങളെ ഹൃദയത്തിലേക്ക് അത് പറയുകയാണ്. ഭൗതികമായിരിക്കുന്ന വിദ്യാഭ്യാസങ്ങളും ചുറ്റുപാടുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദീനീ രംഗത്തുള്ള ഈ പ്രാഥമിക പഠനം ക്ഷീണിച്ചു പോകുന്ന ഒരു ചുറ്റുപാട് ഉണ്ടായിക്കൂടാ. വളരെ പഠിച്ചുകൊണ്ട് തന്നെ മനുഷ്യൻ പേച്ചു പോകാനുള്ള സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. എന്നിരിക്കെ യാതൊരു അറിവുമില്ലാതിരുന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ചു നോക്കുക. അപ്പൊ ആയതുകൊണ്ട് നമ്മുടെ മദ്രസയെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും ആ ദീനിനെ നിലനിർത്തുന്ന ആ വിഷയത്തിൽ ഓരോരോ ആളുകളും അംഗമായിക്കൊണ്ട്
പരിശുദ്ധമായ ഈ ദീനുൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിനെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് സ്നേഹബുദ്ധിയ നിങ്ങളോട് ഉപദേശിക്കുകയാണ്. ഈ സ്ഥാപനങ്ങളെല്ലാം മുന്നോട്ട് നടത്തിക്കൊണ്ടുപോവുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരവസ്ഥയാണെന്നുള്ളത്. മദ്രസ മുഅല്ലിമീങ്ങളെ കിട്ടുവാൻ തന്നെ പ്രയാസം, കിട്ടിയാൽ തന്നെ സമയം വളരെ കുറവ്, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമുണ്ട്. അപ്പൊ ആയതുകൊണ്ട് പൊതുജനങ്ങൾ, ദീനീ സ്നേഹികളായ നിങ്ങൾ പരമാവധി ദീനീ രംഗത്തെ ശക്തിപ്പെടുത്തുവാൻ, നമ്മുടെ മദ്രസയിലുള്ള പഠനത്തെ ശക്തിപ്പെടുത്തുവാനുള്ള എല്ലാ നിലയിലുള്ള സഹായ സഹകരണങ്ങളും ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. ധാരാളം മഹാന്മാർ മരണപ്പെട്ടു പോയി. ഇതിനെ സഹായിച്ചിരുന്ന, നമ്മളെ കൽമുണ്ടിൽ ഉണ്ടായിരുന്ന, ഇതുപോലെയുള്ള സദസ്സുകളിൽ ഭംഗിയാക്കിയിരുന്ന, ഇതിനെ സഹായിച്ചിരുന്ന പല പണ്ഡിതന്മാരും പൗരപ്രധാനികളും മൺമറഞ്ഞുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സൽപ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അവരുടെ തെറ്റുകുറ്റങ്ങളെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുകയും ചെയ്യട്ടെ. ഈ അസംഗീത കാലഘട്ടത്തിൽ ദീനിനെ സഹായിക്കുക എന്നുള്ളത് വളരെ പുണ്യമായ, വളരെയധികം കൂലി വർദ്ധിച്ചു ലഭ്യമാകുന്ന ഒരു കാര്യമാണ്. മൻ തമസ്സക ബിസുന്നത്തി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. ദീനിന്റെ കാര്യങ്ങളും സുന്നത്തുകളെല്ലാം നാമാവശേഷമായി കൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിന്റെ ശരിയായ ചര്യ, ശരിയായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പാത മുറുകെ പിടിച്ചുള്ള ഇസ്ലാമികമായിരിക്കുന്ന ജീവിതം നയിച്ചുകൊണ്ടുള്ള മുൻഗമനം, മുന്നോട്ടുള്ള കുതിപ്പ്, അത് വളരെയധികം പ്രതിഫലമുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കി ആരും അമാന്തിച്ചു നിൽക്കാതെ അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നവരെ അല്ലാഹു സഹായിക്കുമെന്ന കാര്യം തീർച്ചയാണ്. ഇൻ തൻസുറുല്ലാഹ യൻസുർക്കും വയുസബ്ബിത് അഖ്ദാമക്കും. അല്ലാഹുവിന്റെ ദീനിനെ നിങ്ങൾ സഹായിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു തീർച്ചയായും നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ കാൽപ്പാടുകളെ വ്യതിചലിക്കാതെ സുശക്തമായി അല്ലാഹു തആല നിലനിർത്തും എന്ന് ഖുർആന്റെ പ്രഖ്യാപനമാണ്. ഈ ആയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ദീനി രംഗം സജീവമാക്കുന്നതിൽ എല്ലാവരും സജീവമായി പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി ദീനി വിഷയത്തിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഗോൾഡൻ ജൂബിലി സമാപന സമ്മേളനത്തിൽ അധ്യക്ഷ പ്രഭാഷണം നിർവഹിച്ച ആദരണീയനായ കാടേരി ഉസ്താദ് അവർക്ക് സംഘാടക സമിതിയുടെ മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഹൃദ്യമായ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. VKPD-യുടെ മതവൈജ്ഞാനിക നവോത്ഥാന മേഖലയിൽ വിജ്ഞാനത്തിന്റെ വെള്ളി വെളിച്ചം പ്രകാശിപ്പിച്ച് 50 വർഷക്കാലമായി ഈ നാടിന്റെ അഭിമാനസ്തംഭമായി തലയുയർത്തി നിൽക്കുന്ന ദാറുൽ ഇസ്ലാം അറബിക് ഹയർ സെക്കൻഡറി മദ്രസയുടെ ഗോൾഡൻ ജൂബിലി സമാപന